ഞാൻ ആദ്യമായി ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുകയാണ്. എൻ്റെ പേര് ആനന്ദ് ബി. എൻ്റെ വീട് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് എന്ന സ്ഥലത്താണ്. ഞാൻ കഴിഞ്ഞ 7-8 വർഷമായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ 2017 ആദ്യമായിട്ട് അവിടെ ജോലിക്ക് കയറിയത്. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ 21ാമത്തെ വയസ്സിലാണ് ഞാൻ അവിടെ ജോലിക്ക് കയറിയത്. അതിനുശേഷം ഞാൻ 3 കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തത് 2023 സമയത്താണ്. 2023 ഏപ്രിലാണ്. ആ സമയത്ത് എനിക്ക് മറ്റ് കമ്പനികളിലേക്കാളും ശമ്പളം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ആ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്. എനിക്ക് ഒരു ആക്ടിങ് ഇൻചാർജായിട്ടാണ് എനിക്കവിടെ ജോലി കിട്ടിയത്. അപ്പോൾ അതിനുശേഷം വരുന്ന ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിനുശേഷം വരുന്ന ഫസ്റ്റ് അപ്രൈസലിൽ എനിക്ക് സൂപ്പർവൈസറായിട്ട് പ്രൊമോഷൻ തരാം എന്ന വാഗ്ദാനത്തോടെയാണ് എനിക്ക് ജോലി കിട്ടിയത്. അതിനുശേഷം ഞാൻ ഇവിടെ ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു ഹറാസ്മെൻറ്റ് എനിക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം അവിടെ സ്റ്റാഫ് കുറവായിരുന്നു. സ്റ്റാഫിൻ്റെ കുറവുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് വർക്ക് ലോഡ് വരുന്നു. അതുപോലെ തന്നെ സ്റ്റാഫ് കുറവായതുകൊണ്ട് ഒരു കംപ്ലയിൻറ്റ്സ് വന്നു. അപ്പോൾ ആ കംപ്ലയിൻറ്റ്സ് വന്നപ്പോൾ അത് സ്വാഭാവികമായിട്ട് എൻ്റെ മേലെ അത് അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത്. കാരണം തെറ്റൊന്നും ചെയ്യാത്ത നേരെ വാ എന്നുള്ള രീതി ഡ്യൂട്ടി ചെയ്ത് പോകുന്ന എനിക്ക് അങ്ങനത്തെ ഒരു മോശമായ ഒരു അനുഭവം ഉണ്ടായി. അപ്പം ഞാൻ മാനസികമായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു കാര്യങ്ങൾ. അതിനുശേഷം ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയോ ഞാൻ അവിടെ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ ജൂനിയേഴ്സിൽ നിന്നും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. കാരണം ഈ ഒരു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്ക് മാനസികമായിട്ട് തകർന്നിരിക്കുകയാണല്ലോ. അപ്പം എൻ്റെ ഫാമിലിയിൽ എനിക്ക് അച്ഛനും അമ്മ, എനിക്ക് വൈഫുണ്ട്. അപ്പം വൈഫ് ഇപ്പോൾ ജർമ്മനിയിലാണ് പഠിക്കുകയാണ്. അപ്പം ഡിസംബർ കഴിഞ്ഞ വർഷം 2023 ഡിസംബറിലാണ് ആദ്യമായിട്ട് വൈഫ് ജർമ്മനിക്ക് പോയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്കും അങ്ങോട്ടേക്ക് പോകണമെന്ന് ഒരാഗ്രഹമുണ്ട്. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടൊരു ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ സ്പൗസ് വിസ നോക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് നോക്കി. പക്ഷേ അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു. അപ്പോൾ എനിക്കത് നോക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നു. അപ്പം ഒത്തിരി കാലതാമസം എടുക്കുന്നു എന്ന് എനിക്കറിയാം. അപ്പം മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അവിടെ എത്തണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പം അതിനുശേഷം കഴിഞ്ഞ വർഷം 2024 ജൂൺ മാസം ലാസ്റ്റാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ 2 തവണ പുതുക്കുകയും ചെയ്തു. അപ്പം എനിക്കിതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വൈഫ് പറഞ്ഞതാണ് ഇങ്ങനെ ഇവിടെ വരണം, ഉടമ്പടി എടുക്കണമെന്ന്. അപ്പോൾ അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് ഇവിടെ 2024 ജൂൺ ലാസ്റ്റ് ഇവിടെ വന്നു. അങ്ങനെ ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് വന്ന ദിവസം തന്നെ ഉടമ്പടി എടുത്ത ദിവസം തന്നെ എനിക്ക് നല്ലൊരു മാറ്റം, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കാര്യം വേറൊന്നുമല്ല, അത്രയും നാൾ സ്പൗസ് വിസ മാത്രമേ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോയി. ഞാൻ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ ഫോൺ എടുത്ത് വെറുതെ നോക്കിയതേ ഉള്ളൂ. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയപ്പം എനിക്കൊരു ഏജൻസിയുടെ ഒരു പേര് ഞാൻ കണ്ടു. അപ്പം ഞാൻ അതിൽ നോക്കിയപ്പോൾ എനിക്ക് ഒരു പോസ്റ്റ് കണ്ടു, ഓപ്പർച്യൂണിറ്റി കാർഡെന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ജർമ്മനിക്ക് പോകാൻ എന്നുള്ളൊരു ചാൻസ് ഞാൻ കണ്ടു. അപ്പോൾ അതോടെ സ്പൗസ് വിസ എന്നുള്ളൊരു കാര്യം അല്ലാതെ നമുക്കൊരു ചാൻസ് ഉണ്ട് എന്ന് ദൈവം നമ്മളെ കാണിച്ചു തന്നു. അപ്പോൾ ഞാനെന്നാൽ അത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ ആവശ്യമുണ്ട്. കാരണം വൈഫ് പോയത് സ്റ്റുഡൻറ്റ് വിസയിലാണ്. അപ്പം സ്വാഭാവികമായിട്ടും കുറച്ച് അത്യാവശ്യം പൈസ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോകണമെങ്കിൽ എമൗണ്ട് വേണം. കാരണം വൈഫ് അവിടെ സെറ്റിലായിട്ടില്ലല്ലോ. അപ്പം എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഏജൻസിയിലെ ത്രൂ ഞാൻ വിളിച്ച് ചോദിച്ചെങ്കിലും എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. അതിനുശേഷം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒത്തിരി പ്രാർത്ഥിച്ചു. പിന്നെ ഞാനിവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഓരോ ഷിഫ്റ്റ് സമയം ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. അപ്പം ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ഞാൻ നൈറ്റ് 10 മണിക്ക് ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഞാൻ 6 മണി 6:30 ആകുമ്പോഴേ ഇറങ്ങുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5:30
5:30 ശേഷം നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും ഇത് പറ്റാറില്ലായിരുന്നു. പക്ഷേ പിന്നെ വൈകുന്നേരം ആണെങ്കിലും അതെ, ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ ഞാൻ രാത്രി 10 മണി കഴിഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ. പക്ഷേ എന്നാൽ പോലും അല്ലാത്ത സമയങ്ങളിൽ സമയം കണ്ടെത്തി ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം എന്താണെങ്കിലും എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഭാര്യയ്ക്ക് ഇതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അറിയാം. അപ്പം ഭാര്യ അവിടെ ജർമ്മനിയിലാണ്. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയും ഒരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെ ആ ചർച്ചിൽ എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അവിടെ പോകാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ ഒരു ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ല, എങ്കിൽ പോലും നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. അപ്പം ഈശോയിലും മാതാവിലും വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ അവിടെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഭാര്യയുടെ ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങളെല്ലാം അവിടുത്തെ അച്ഛൻ കാണുകയുണ്ടായി. അപ്പം അവിടുത്തെ അച്ഛൻ ഭാര്യയോട് ചോദിച്ചു, എന്താണ് നിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പം ഇതാണ് പ്രശ്നം, പൈസയുടെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മേളിലേക്ക് നോക്കിയിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് ദൈവം നമുക്ക് ഒരു വഴി കാണിച്ചു തന്നു. ആ രീതിയിൽ തന്നെ നമ്മളുമായിട്ട് വലിയ പരിചയമില്ലെങ്കിൽ പോലും അവിടെ ചെന്നുള്ള പരിചയം മാത്രമേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിലുള്ളവരോ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരും നമ്മുടെ അടുത്ത് ഒരു സഹായം ചെയ്യത്തില്ല. പക്ഷേ അച്ഛൻ നമ്മുടെ ഈ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ നിനക്ക് 5 ലക്ഷം രൂപ ഒന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ഭുതമായിട്ടാണ് കാണുന്നത്. ദൈവം നേരിട്ട് വന്ന് നമുക്കത് തന്നു എന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, അതിനുശേഷം ഈ ഒരു പൈസ കിട്ടിയതോടെ പിന്നെ നമുക്ക് ഈ പ്രോസസ്സിങ് ചെയ്യാനുള്ള എളുപ്പം ആയി. കാരണം അതിനുശേഷം ഈ പ്രോസസ്സിങ് ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ ഈ പ്രോസസ്സിങ് ചെയ്ത സമയത്ത് ആദ്യമേ കുറച്ച് തടസ്സം വന്നു. എങ്കിൽ പോലും ഡിസംബർ 7-ാം തീയതിയാണ് ആണ് എനിക്ക് വിസയുടെ ഡേറ്റ് കിട്ടി. അപ്പം ഞാൻ ഒക്ടോബർ 22-ാം തീയതിയാണ് ഞാൻ അവിടെ എയർപോർട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തത്. ഞാൻ സ്പോട്ട് റിസൈൻ ചെയ്യുമായിരുന്നു. കാരണം സ്വാഭാവികമായിട്ടും മെൻ്റലി ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ജോലിയിൽ നിന്ന് നമുക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് റിസൈൻ ചെയ്യാതെ എനിക്ക് വേറെ വഴി ഉണ്ടായില്ല. അപ്പം ഞാൻ ഒക്ടോബർ 22-ാം തീയതി ഞാൻ സ്പോട്ട് റിസൈൻ ചെയ്തു. പക്ഷേ എനിക്കപ്പോഴും വിസ വന്നിട്ടുമില്ല, ഞാൻ വിസയുടെ ഡേറ്റിന് പോയിട്ടുമില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു പേടിയുണ്ടായിരുന്നു. കാരണം സ്പോട്ട് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് കയറാനൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അതിനുശേഷം ഡിസംബർ 7-ാം തീയതി എനിക്ക് എന്തായാലും വിസയുടെ ഡേറ്റ് കിട്ടി. ഡിസംബർ 7-ാം തീയതി കിട്ടി. അതോടൊപ്പം തന്നെ ഡിസംബർ 14-ാം തീയതി എനിക്ക് വിസ വരികയും ചെയ്തു, ജർമ്മനിക്കുള്ളത്. അപ്പോൾ എനിക്കിനി മാർച്ച് ആദ്യം പോയാൽ മതി. മാർച്ച് 4-ാം തീയതി ഞാൻ ടിക്കറ്റ് എടുത്തു. അതുകൊണ്ട് എനിക്ക് ഇവിടം വരെ എന്നെ എത്തിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു, മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ട് എല്ലാം നല്ല രീതിയിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഉടമ്പടി പ്രകാരം ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ എനിക്ക് ജോലിയുടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും എനിക്ക് പ്രാർത്ഥനകളിൽ ആ കറക്റ്റ് സമയം പാലിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നല്ലോ. എന്നാലും ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച് എൻ്റെ മനസ്സിൽ എപ്പോഴും മാതാവുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും മാതാവ് കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ടെന്ന് എനിക്ക് എപ്പോഴും കാട്ടിത്തരാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പാവപ്പെട്ടവർക്കൊക്കെ സഹായിക്കാറുണ്ട്, പത്രം കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സഹായം ചെയ്യാറുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48 10-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. ദൈവം തനിക്ക് എങ്ങനെയാണ് സമീപസ്ഥനായിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ ഇന്ന് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയുവാനായിട്ടുള്ള അനുഭവത്തിലേക്ക് തന്നെ കൊണ്ടുവന്നതെന്നാണ് ആനന്ദ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ആ മകൻ എവിടെ ജോലി ചെയ്തിരുന്നെന്നും ജോലിയിലുണ്ടായ ബുദ്ധിമുട്ടുകൾ, തനിക്ക് സ്പോട്ട് റെസിഗ്നേഷൻ തന്നെ കൊടുക്കേണ്ടി വന്നത്, ജർമ്മനിക്ക് പോകുവാനായിട്ട് തനിക്കൊരു ഏജൻസി മൂലം അല്ലെങ്കിൽ സ്പൗസ് വിസ, ഇതിനൊക്കെ ഒത്തിരിയേറെ തടസ്സങ്ങൾ, പൈസയുടെ ആവശ്യം ഒക്കെയൊക്കെ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി വിസ അതിൽ ഈ മകന് പോകുവാനായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ താൻ കാണുന്നു. ഇതൊക്കെ
ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ ഇത് ആകസ്മികമൊന്നുമല്ല, ഒരു കാര്യവും ആകസ്മികമല്ല, ബൈ ചാൻസ് അങ്ങനെ ഒരു അവസ്ഥയെ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. പിന്നീടെല്ലാം ദൈവിക ഇടപെടലുകളാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ അത് ആകസ്മികമല്ല, ഇത് ദൈവം തന്നെ തനിക്ക് കൊണ്ടുവന്ന് തന്ന ഒരു നോട്ടിഫിക്കേഷനായിട്ട് തന്നെ ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുന്നു. അത് ആനന്ദ് എന്ന് പറയുമ്പോൾ ആര് ചോദിച്ചാലും ആനന്ദിന് വ്യക്തമായ ധാരണയുണ്ട്, വ്യക്തമായ മറുപടിയുണ്ട്. എങ്ങനെയാണ് തൻ്റെ ജീവിതം ഉടമ്പടിയിലൂടെ കരുപ്പിടിപ്പിക്കപ്പെട്ടത്, ദൈവത്തെ താൻ എങ്ങനെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും തുടങ്ങി. അങ്ങനെ തൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയും തൻ്റെ ടിക്കറ്റ് വന്ന കാര്യവും എല്ലാം പങ്കുവെച്ച് ഏറ്റവും സന്തോഷത്തോടെ ജനങ്ങളുടെ മുമ്പാകെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ ചെറുപ്പക്കാരനോടൊപ്പം നമുക്കും ദൈവത്തെ ആരാധിക്കാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.